ഫോട്ടോ കിട്ടുന്നു. ഇന്നലെ മാറ്റി സാധനം ആരും ഉണ്ടേ? അല്ല അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആരും എടുത്തില്ല. ഞാൻ 10 വിളിച്ച് പറഞ്ഞു എടുത്തണേ പറഞ്ഞു. ടോംചാൻ്റെ അല്ല ടോംചാൻ്റെ കഴിച്ചു. ആരെടുത്തത്? ഞങ്ങളാണല്ലോ അവസാനം ഞങ്ങളെ കൂട്ടിട്ട് വന്നേ. അവിടെ തന്നെ സാധനം കണ്ടിട്ട് ഞങ്ങൾ വന്നേ. ശരിയാ. എന്നാലേ പീതമസാധനം ഉണ്ടായിട്ടുണ്ടാവും. പിന്നെങ്ങനെ അവിടെ ഇരുന്ന് ഒരു കുപ്പി നമ്മൾ അവസാനം വരെ ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ അവസാനം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഞങ്ങൾ തന്നെ എടുക്കും. വീഡിയോ പിന്നെ മാറ്റി വെച്ചു താഴെ. അതാരെ പിടിച്ചാവോ? എല്ലാരും കുറവുണ്ടായിരുന്നല്ലോ കുഞ്ഞിന്. മംഗലാപുരം ലോകമാന്യ എനിക്ക് കിട്ടിയോ? അത് എനിക്ക് ഇത് പോകാൻ പറ്റിയോ? 5 മിനിറ്റ് ആവശ്യമുള്ളൂ. ഞാൻ മുത്തപ്പൻ മുത്തപ്പന്റെ മംഗലാപുരം മംഗലാപുരം ലോകമാന്യ തിലകം. ഞാൻ ലോകമാന്യ തിലകം എന്നുള്ള തിരുവനന്തപുരം നിന്നാണ് വായിക്കുന്നത്. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. കാര്യം ഒരു മലയാളം ഉണ്ടായിരുന്നു. അവനോട് ചോദിച്ചാൽ മതി എവിടെ പോകണമെന്ന് ചോദിച്ചു. ഒന്നും വേണ്ടി ഒന്നും എന്ത് മലയാളത്തിൽ എന്നാ പറഞ്ഞു. അവിടെ ഇരുന്നു ഹെഡ്സെറ്റ് വെച്ചു പാട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ വണ്ടി മൂവാണ്. അപ്പൊ ചാടി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വണ്ടി മൂവാകുന്നത്. അത്ര നേരം കുത്തിയിട്ട് തുടങ്ങുന്നത്. അയ്യോ. എന്നിട്ട് ലാസ്റ്റ് നമ്മളവിടുത്തെ ഭട്കലിൽ നിന്നാണ് പെമ്പിളാർ വന്നിട്ടുണ്ട്. അവരെ അന്ന് പരിചയപ്പെട്ടോണ്ട് മാത്രം അല്ലവരെ എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാ പോകുന്നെങ്കിൽ ഭട്കലിന് പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരുവനന്തപുരം ബസ് പേര് നിങ്ങൾ ഭട്കലിന് പോകുന്ന ചോദിച്ചു. അല്ല ഇത് മോബൈക്കുള്ള വണ്ടിയാന്ന് നോക്കും. അപ്പൊ കങ്ങനടി എത്തി. പിന്നെ കേട്ടെല്ലാം പഠിച്ച് ചാടി അവിടെ ഇറങ്ങി തിരിച്ച് മംഗലാപുരം വന്നു. മേലിട്ടില്ലേ? പണ്ട് ഞാൻ ഒറ്റപ്പാലം പോയാണോ? മേലി പിന്നെ പണ്ട് ഒറ്റപ്പാലം പോകുമ്പോൾ വേണ്ടി ഞാൻ ചെമ്മേ കയറിയിരിക്കുക. അങ്ങോട്ടുള്ള ട്രെയിനാണെന്നറിയാമോ? നെൽപ്പോർക്കുള്ള ട്രെയിൻ. ഒറ്റപ്പാലം പോകാൻ വേണ്ടി കയറിയിരിക്കുക. ജോസറിന് ഓടി വന്നിട്ട് ഇത് ഒറ്റപ്പാലം പോയല്ല അറിയിട്ടില്ല. നെൽമ്പൂർ പോകുന്ന ട്രെയിൻ ഒറ്റപ്പാലം പോയിട്ട് പോകുന്നതറിയാം. ഒറ്റക്കാണ് ടെൻഷൻ അടിക്കും. ഞങ്ങളെല്ലാം കൂടെ ഡൽഹി ചെന്നിട്ട് ആഗ്രയ്ക്ക് പോകാൻ വേണ്ടി വേറെ ഏതാ ഗുലാമിലേക്കുള്ള ട്രെയിനൊക്കെ എല്ലാം പോയി. എന്നിട്ട് ഞാൻ നോക്കി സീറ്റൊക്കെ പിടിച്ചിരുന്നെല്ലാരും ഇരുന്ന്. അത് ഒത്തിരി പ്രത്യേക വണ്ടിയാ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആഗ്രയ്ക്കൊന്നും അല്ല വേറെ എവിടെയോ പൊക്കോണ്ടിരിക്കുക. വലിയ അന്തം കഴിഞ്ഞ് ഇങ്ങനെ പോവാ. പിന്നെ വേറെ ഷട്ടിലെ കയറി ഇപ്പറത്തി കോമഡി അതൊക്കെ എൻജോയ് ചെയ്യും. ഒറ്റക്ക് ടെൻഷൻ നേരെ ബാംഗ്ലൂർ പോയി വണ്ടി പണ്ട് ഞാൻ സൈക്കിൾ പോയിട്ട് നമ്മൾ ഗിരിജോർ സാറിന്റെ കല്യാണം അല്ലെങ്കിൽ രാവിലെ ഇൻഡർസിറ്റിക്ക് പോകാൻ വേണ്ടി ചട്ട് വന്നിട്ടാണ്. അപ്പം പിന്നെ നമ്മൾ ട്രെയിനിന്റെ സമയം ചോദിക്കാൻ പറഞ്ഞേ. അവൻ പോയി ചോദിച്ചു ഇന്റർസിറ്റി പോയത് ചോദിച്ചു. ഇന്റർസിറ്റി പോയത് കൂടി വന്നിട്ട് ഇന്റർസിറ്റി പോയടാ ഇവർക്ക് ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചപ്പല്ലേ അത് തിരുവനന്തപുരത്തുള്ള ഇന്റർസിറ്റിയാണ് പോയത്. അങ്ങനെ എന്തെല്ലാം അവിടെ പറ്റും. ഇത് യൂട്യൂബിലിടാ, നിങ്ങളെല്ലാരും കാണണേ. ആ കളിക്കാം. നമുക്ക് ടീം കുലുക്കിയിട്ടാലോ? വേണം വേണ്ടല്ലേ? യൂട്യൂബിലെങ്ങാനും ഞാൻ കിട്ടുന്നത് കുഴപ്പമില്ല. ഈ കളി എത്ര ഇത് കളി തോറ്റെന്ന് പറയാൻ പറ്റുമോ? കളിച്ചു എന്ന് പറയാം അല്ലേ? കളിച്ചു എന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞേ തോറ്റു എന്ന് പറയാം. കളിക്കാൻ വേണ്ടിയാ വന്നേ. വേണോ? ടീമൊന്നും മാറ്റണ്ട. അതാ ഞാൻ ഒഴിവിട്ടേ. ക്യാപ്റ്റൻ ഒഴിവായി. സാറ് നിന്നു. അല്ല മാറ്റുന്നോണ്ടല്ല, എനിക്ക് മടുത്തോണ്ട. ഷിബിൻ നിൽക്കടാ. ഇതാ രണ്ടുപേരും തോറ്റു. ക്യാപ്റ്റൻ പുറത്തായി. ഞാൻ കളി തോറ്റോണ്ട് ഞാൻ മാറുന്ന. ഞാനും ഒരാൾ അങ്ങനെയാണോ?
ഞാൻ ജോയ് സാറിനെ വിളിച്ചു. അത് മാറ്റി വിളിക്കുന്നേ മാറൂല അല്ല, ജോമി സാറിന് ഇപ്പം സിനോയ് സാറിന്റെ കൂടെ കളിക്കണം. ഞാൻ നീ വിളിച്ചു ജോമിനെ മാത്രമാണ് ഞാൻ ശിവനെ വിളിച്ചു, രാജുവിനെ വിളിച്ചു. ഞാനും ജോയും അപ്പവും അയച്ചു. ഇവർ രണ്ടുപേരും ഒരു ടീമായി. ഇപ്പൊ ഇവര് നേരത്തെ ഒരു ടീമായിരുന്നല്ലോ, അജിത്തും സിനോയ് സാറും. നമ്മളൊരു ടീം. ഇപ്പം ഞങ്ങൾ 3 പേരെ വന്നു. അവിടെ നിന്നോട് എനിക്ക് അവിടെ തന്ത്രങ്ങൾ അറിയാം.